യുഎസ് പ്രതിരോധ വകുപ്പിന്റെ ആയുധ നിർമ്മാണ കരാർ ലഭിച്ച കമ്പനി എന്ന പേരിൽ രാജ്യാന്തര നിക്ഷേപ തട്ടിപ്പ്. പാലക്കാട് സ്വദേശി സജി കെ ജോൺസന്റെ പരാതിയിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. 81 ലക്ഷം രൂപയാണ് സജിക്ക് നഷ്ടമായത്. 2000 സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പുകാർ സജിയെ സമീപിച്ചത്. എറണാകുളം കളമശ്ശേരിയിൽ സ്മാർട്ട് സെക്യൂരിറ്റി സർവീസ് നടത്തിവന്ന സജി കെ ജോൺസനെ സമീപിച്ച തട്ടിപ്പുകാർ 2000 സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചു. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന US ഇൻഡോ പസഫിക് പീസ് ട്രീറ്റി എന്ന രാജ്യാന്തര ഡിഫൻസ് പ്രൊജക്ടിലേക്കാണ് സുരക്ഷാ ജീവനക്കാരെ ആവശ്യപ്പെട്ടത്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന VP കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ധാരണാപത്രം ഉപയോഗിച്ചാണ് പണം ഡിപ്പോസിറ്റായി വാങ്ങിയത്. 81 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടും പദ്ധതി ആരംഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിന്റെ ആഴം സജി തിരിച്ചറിഞ്ഞത്. ഡൽഹിയിൽ വെച്ച് ഇവരുടെ ഓഫീസിൽ വെച്ചാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിലുള്ളത് രീതിയിലാണ് നമ്മളെ കൺവിൻസ് ചെയ്യുകയും ഈ ക്യാഷ് ഇത് ചെയ്യുകയും ചെയ്തത്. എനിക്കിപ്പോൾ ഒരു 2.5 കോടിയിലധികം ലയബിലിറ്റി വന്നിട്ടുണ്ട്. 2 തവണ ഡൽഹിക്ക് ഈ പറയുന്ന രാജപ്പൻ പിള്ളയെ ഞാൻ ക്യാഷ് കൊടുക്കുകയും അവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങളും മറ്റു ഒരുപാട് ചെലവുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. 1 കോടിക്ക് മുകളിൽ പണം നിക്ഷേപിച്ച് കമ്പനി ആരംഭിച്ചാൽ ലഭിക്കുന്ന ലാഭവിഹിതം, അമേരിക്കൻ വിസ, ഗ്രീൻ കാർഡ് തുടങ്ങിയവയായിരുന്നു വാഗ്ദാനം. US പ്രതിരോധ വകുപ്പിന് വേണ്ടി ആയുധങ്ങളും നാസയ്ക്ക് വേണ്ടി രഹസ്യ കെട്ടിടങ്ങളും നിർമ്മിക്കാൻ 3000 കോടി രൂപയുടെ ഉപകരാർ ലഭിച്ചെന്ന് പറഞ്ഞായിരുന്നു രാജ്യത്തിന് അകത്തും പുറത്തുമായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തട്ടിപ്പിനിരയായവർ കൂടുതലും ഇന്ത്യക്കാർ. ഇന്ത്യ US സർക്കാരുകളുടെ ഔദ്യോഗിക മുദ്രകളും വ്യാജമായി ചമച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കൊല്ലം.